വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള ഹിസ്റ്ററിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ SCERT-യിലുണ്ട്. ആ ചാപ്റ്ററാണ്. ഇതോടുകൂടി നമ്മുടെ കേരള ഹിസ്റ്ററി എന്നുള്ള സിലബസ് ഏകദേശം കംപ്ലീറ്റ് ആവും. രണ്ട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരും കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും ഈ ഒറ്റ പാഠഭാഗത്തിൽ കവറാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കി പോകുന്നത്. ഇവിടെ ഒരു വരികൾ കൊടുത്തിട്ടുണ്ട്. ഒട്ടും മറന്നില്ല ഞങ്ങളെന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരന്. ഇപ്പം ഈ ഒരു വരി തന്നിട്ട് ഇത് ഏത് കൃതിയിലാണ്, ആരാണ് എഴുതിയതെന്നൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ പി കുഞ്ഞിരാമൻ നായരുടെ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതിയാണ്. അപ്പോൾ ഇത് ആരാണ് എഴുതിയത്? പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതി എഴുതിയത് ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ടാക്കി. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ സ്ഥിതി മാറി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നീരസം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ അമ്മാവനെയാണ് ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടയില്ല എന്ന് ആരോട് പറഞ്ഞു? ജനങ്ങളോട് പറഞ്ഞു. അതായത് തനിക്ക് തരാത്തൊരു അവകാശമല്ലേ, നിഷേധിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം പറയാണ് ഇനി നികുതി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ എന്ത് ചെയ്തു? ഒരു സംഘർഷം അവിടെ ഉടലെടുത്തു. അപ്പോൾ ഇതൊരു കഥ പോലെ ഓർത്തു വെക്കുക. അപ്പോൾ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു നികുതി പിരിവിൻ്റെ അധികാരം കൈമാറി. ആരിൽ നിന്ന് ആരിലോട്ടാണ്? പഴശ്ശിരാജാവിന് കിട്ടേണ്ടിയിരുന്ന ഒരു അവകാശമാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവന് കൊടുത്തു. അത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ഈ ഒരു സംഘർഷം ഉടലെടുക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ നയങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. താവളം എന്ത് ചെയ്തു? വയനാട്ടിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ താവളം എങ്ങോട്ടേക്ക് മാറ്റി? വയനാട്ടിലേക്ക് മാറ്റി. തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു. അപ്പോൾ അദ്ദേഹത്തിന് അംഗബലം ഉണ്ടായി അല്ലേ. തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു. ഒളിപ്പോർ നടത്തി, അതായത് ഗറില്ല, നമ്മൾ പഠിക്കാറുണ്ടല്ലേ. ഗറില്ല യുദ്ധമുറയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഒളിപ്പോര് നടത്തിയത് ആരാണ്? പഴശ്ശിരാജയാണ്. കുറിച്യ നായകൻ തലയ്ക്കൽ ചന്തു, നായർ പടയെ നയിച്ച എടച്ചേനക്കുങ്കൻ, കൈതേരിയമ്പു, കണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ. ഇപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആരൊക്കെയാണ്? തലയ്ക്കൽ ചന്തു, എടച്ചേനക്കുങ്കൻ, കൈതേരിയമ്പു, കണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ല എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് അവർ കൈക്കൊണ്ടത്. അപ്പോൾ ഇത്രയും മെഷേഴ്സൊക്കെ നമ്മുടെ പഴശ്ശിരാജ എടുത്തെങ്കിലും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആര് വന്നു? നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നു. എന്തൊക്കെ ചെയ്തതെന്ന് നോക്കാം. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി. പുതിയ റോഡുകൾ നിർമ്മിച്ചു. വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നതൊക്കെ ഇവർ തടഞ്ഞു. കലാപത്തിൽ പങ്കെടുത്തവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് എന്തു കൊടുത്തു? പാരിതോഷികം പ്രഖ്യാപിച്ചു. അപ്പോൾ ആൾക്കാരൊന്ന് വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആര് ചെയ്തു? ബ്രിട്ടീഷുകാർ ചെയ്തു. പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടത് നോക്കൂ. കേരളവർമ്മ പഴശ്ശിരാജനെ പിടിച്ചു കൊടുത്താൽ 3000 രൂപയാണ് അവർ ഓഫർ ചെയ്തത്. ഇതൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ശ്രീരംഗപട്ടണം ഉടമ്പടി. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18, ഡേറ്റ് നോക്കുക, 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത്. ആരൊക്കെ തമ്മിലാണ്? മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ചൊരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടി പ്രകാരം എന്താ സംഭവിച്ചേ? ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി, മാർച്ച് 18. അപ്പോൾ നമുക്ക് പഴശ്ശിരാജയുടെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം.
കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകനെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തിലുള്ള ഏറ്റുമുട്ടൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? വീരമൃത്യു വരിച്ചു. അപ്പോൾ എന്താണ് 1805 നവംബർ 30 പഴശ്ശിരാജ വീരമൃത്യു വരിക്കുന്നത്. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികൾ ഒരാളെന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇത് ആരോടാ പറഞ്ഞതെന്ന് വെച്ചാൽ, പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ എന്ത് ചെയ്തു? മാനന്തവാടിയിൽ സംസ്കരിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടറായിരുന്ന തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ പഴശ്ശിരാജയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു മെയിൻ ഒരു സംഭവമാണ് വീരത്തമ്പി ദളവയുടെ കാര്യങ്ങളാണ്. അമ്പരഘോഷം മുഴക്കിയ ദളവ. 18-ാം നൂറ്റാണ്ടിൽ ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരവും കുളച്ചൽ തുറമുഖത്ത് വെച്ച് ഡച്ചുകാർ പരാജയപ്പെടുന്നതും മുൻ പാഠഭാഗത്ത് നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പഠിച്ചത് കുട്ടികൾക്ക് വായിക്കാൻ കൊടുത്തിരിക്കുന്നതാണ്. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഈ 2 സംഭവങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു ചെറുത്തുനിൽപ്പാണിത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ രാജാവിൻ്റെ ദളവ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ. ആരുടെ ദളവയാണ്? അവിട്ടം തിരുനാളിൻ്റെ ദളവയായിരുന്നു നമ്മൾ പഠിച്ചായിരുന്നു. അദ്ദേഹമാണ് വീരത്തമ്പി. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതോടൊപ്പം ദളവയായിരുന്ന ഈ വീരത്തമ്പിയുടെ ഉത്തരവുകൾ എന്ത് ചെയ്തു? മെക്കാളെ റദ്ദാക്കി. കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചു. ഈ 2 കാര്യങ്ങളൊക്കെ ആരെ ട്രിഗർ ചെയ്തു? നമ്മുടെ വേലുത്തമ്പി ദളവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ബ്രിട്ടീഷുകാരും വേലുത്തമ്പിയും തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ഛനുമായിട്ട് രഹസ്യധാരണയിൽ ഏർപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് എന്ത് ചെയ്തു? ആക്രമിച്ചു. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെട്ടു. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിൽ ഒരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതാണ് നമ്മൾ പഠിക്കുന്ന കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമല്ലാതിരുന്നെങ്കിലും നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരുടെ പോരാട്ടം തുടർന്നു. കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്ത ദളവയ്ക്ക് തിരിച്ചടിയായി. അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു? മരണം വരിക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ വേലുത്തമ്പിയുടെ കഥയായിട്ട് വരുന്നത്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. കുണ്ടറ വിളംബരം, കൊല്ലവർഷം 948, മകരം 1. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണമെന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? പഴശ്ശിരാജയുടെ കാര്യങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ വേലുത്തമ്പി ദളവയുടെ കാര്യങ്ങൾ പഠിച്ചു. ഇനിയാണ് കൊച്ചിയും പാലിയത്തച്ഛനും. ഇവിടെ എന്താ കണക്ഷൻ എന്ന് നോക്കാം. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ തിരുവിതാംകൂറുമായി രൂപീകരിച്ച സഖ്യത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചതെന്ന് പരിശോധിക്കാം. ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? പാലിയത്തച്ഛന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി എന്ത് ചെയ്തു? എതിർത്തു. അതോടൊപ്പം പാലിയത്തച്ഛൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമാക്കി. തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായി ചേർന്ന് അയാൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു സഖ്യമൊക്കെ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു അല്ലേ. അപ്പോൾ അവർ എന്ത് ചെയ്തു? ഒരു സഖ്യം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർ പാലിയത്തച്ഛനും ദളവയും ചേർന്നിട്ടൊരു പോരാട്ടം ആക്രമിച്ചു. ബ്രിട്ടീഷുകാരോട് ശക്തമായ ചെറുത്തിൽ നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദ്രാശിയിലേക്ക് എന്ത് ചെയ്തു? നാടുകടത്തി. മദ്രാശിയിലേക്ക് ആരെ നാടുകടത്തി? പാലിയത്തച്ഛനെ നാടുകടത്തി. ആരാണ് പാലിയത്തച്ഛൻ നോക്കാം.
കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോരുന്നു. ഇനി നമുക്ക് കുറിച്യർ കലാപത്തെക്കുറിച്ച് പഠിക്കാം. പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്രജനതയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ചിത്രം നോക്കുക. ഗോത്രജനത എന്ത് ചെയ്യുന്നു? പോരാടുന്നു. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പ്രരുമാണ് ഗോത്രവിഭാഗങ്ങൾ. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായിട്ട് കണ്ടു. എന്തൊക്കെ നടപടികളാണ് അവരോട് ഈ ബ്രിട്ടീഷുകാർ സ്വീകരിച്ചതെന്ന് നോക്കാം. ഗോത്രജനതയുടെ തുണ്ടുഭൂമികൾ എന്ത് ചെയ്തു? അവർ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരാനായിട്ട് ഇവരെ അനുവദിച്ചിരുന്നില്ല. നികുതിയായിട്ട് സാധനങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു സമ്പ്രദായം മറ്റെന്ത് വേണം? പണമായിട്ട് തന്നെ നൽകണം എന്ന് അവർ നിർബന്ധം പിടിച്ചു. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്തു? ഈ പറയുന്ന കുറിച്യരോടും കുറുമ്പരോടൊക്കെ ഇവർ ദ്രോഹിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ്? തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. അതുപോലെ അവർ പോയിക്കൊണ്ടിരുന്ന ഒരു പരമ്പരാഗത കൃഷിരീതി ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെന്താ? നികുതിയായിട്ട് എനിക്ക് സാധനങ്ങൾ വേണ്ട, പൈസ തന്നെ വേണമെന്ന് ഇവർ ശാഠ്യം പിടിച്ചു. 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടി. രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു ഇവരുടെ നേതാവ്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അടിച്ചമർത്തി. ഇവർ നല്ല മെഷേഴ്സൊക്കെ എടുത്ത് അവർ പോരാടിയെങ്കിലും എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാരിത് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. കർഷക അസംതൃപ്തിയും കലാപത്തിലേക്ക് എത്തുന്നു. 1836 മുതൽ 853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ ഉണ്ടായിരുന്നു. ഇത് C.A. ഇന്നസ് ആരാണത്? മലബാർ ഗസറ്റിയർ എന്ന് പറയുന്ന ഒരു കൃതിയിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ C.A. ഇന്നസിൻ്റെയാണ് മലബാർ ഗസറ്റിയർ എന്ന് ഓർക്കുക. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമൊക്കെയാണ് ഈ കലാപങ്ങൾക്ക് കാരണമായതെന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തൻ്റെ അന്വേഷണ റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും ആക്രമണവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരും ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. മലബാർ മാനുവൽ ആരാ എഴുതിയത്? വില്യം ലോഗനാണ് എഴുതിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം പണ്ഡിറ്റ് K.P. കറുപ്പൻ്റെയാണ് ജാതിക്കുമ്മി. ഇത് സ്ഥിരമായിട്ട് BSc ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മനുഷ്യ സഹോദരന്മാർ? ഇക്കാലത്തിരുപുല 20-ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ, എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ എന്ന് പറഞ്ഞത് ജാതിക്കുമ്മിയിലെ പണ്ഡിറ്റ് K.P. കറുപ്പനാണ്. ഇന്ന് നാം കാണുന്ന തുല്യതയും സമത്വവും അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയ സമൂഹമായിരുന്നു അത്. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. അപ്പോൾ ഈ ജാതി വിവേചനത്തിൻ്റെ ഭാഗമായിട്ട് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാരവിലക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു സാമൂഹിക തിന്മകളായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. സമൂഹത്തിലുണ്ടായിരുന്ന യുക്തിരഹിതമായ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പോരാടിയവരാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാചാരവും നവോത്ഥാന ചിന്തയുമെല്ലാം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിൻബലമേകിയിട്ടുണ്ട്. നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് നമ്മുടെ നാട് ജന്മം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരാരൊക്കെയാണെന്ന് നോക്കാം. വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കൾ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമി. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനാണ്. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്നൊരു മാതൃകാ സ്ഥാനമാണ് എന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. കുര്യാക്കോസ് ഏലിയസ് ചവറ
സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി പൽപു, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP ആണ്. ചട്ടമ്പി സ്വാമികൾ ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. പൊയ്കയിൽ യോഹന്നാൻ ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. PRDS ആണ് പ്രസ്ഥാനം. പ്രത്യക്ഷ ദേവസഭയാണ് പൊയ്കയിൽ യോഹന്നാൻ്റെ പ്രസ്ഥാനം. VT പടുതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കർത്താവാണ്. സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. അയ്യങ്കാളി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാന സമരങ്ങളായിരുന്നു. പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റി NSS ആണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. പ്രസ്ഥാനമാണ് അരയ സമാജം. വാഗ്ബടാനന്ദൻ യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. ഇവരെ കൂടാതെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനി മംഗലം, ആര്യാപ്പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അപ്പോൾ കാളിക്കുട്ടി ആശാത്തിയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്ക് ഈ ഒരു ചാപ്റ്റർ 2 ക്ലാസ്സുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അറിയില്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ചും അല്ലാത്ത കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് കേട്ടും പഠിച്ച് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ വരാം. നിങ്ങളുടെ PSC സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.